അക്ഷരങ്ങളും അക്കങ്ങളും ചേർത്ത് ചുവരുകളിൽ കഥ പറയുന്ന പയ്യന്നൂരിലെ വിവേക് കലാരംഗത്ത് പുതുമയുടെ കയ്യൊപ്പ് പതിപ്പിക്കുന്നു. സാധാരണ വരകളെ സൃഷ്ടിയുടെ അത്ഭുതങ്ങളാക്കി മാറ്റുന്ന ഈ യുവ കലാകാരൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുകയാണ്. പയ്യന്നൂർ മഹാദേവഗ്രാമം സ്വദേശിയായ യുവചിത്രകാരൻ വിവേക് വിജയൻ ചുമരുകൾക്ക് ജീവൻ പകരുന്ന ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടുകയാണ്. പയ്യന്നൂരിലെ യുവചിത്രകാരൻ വിവേക് വിജയൻ തൻ്റെ സൃഷ്ടിപരമായ ശൈലിയിലൂടെ ശ്രദ്ധ നേടുകയാണ്. സാധാരണ ചിത്രരചനകളിൽ നിന്ന് വ്യത്യസ്തമായി അക്ഷരങ്ങളും അക്കങ്ങളും ഉപയോഗിച്ച് ചിത്രത്തിൻ്റെ ഔട്ട്ലൈൻ നിർമ്മിക്കുന്നതാണ് വിവേകിൻ്റെ പ്രത്യേകത. ഈ പുതുമയാർന്ന രീതിയിലൂടെ രൂപം കൊണ്ട ചിത്രങ്ങൾ കാഴ്ചക്കാരിൽ കൗതുകവും ആകർഷണവും ഒരുപോലെ സൃഷ്ടിക്കുന്നു. ചിത്രത്തിൽ സൂക്ഷ്മമായ രൂപഭംഗി കൈവരിക്കാൻ അക്കങ്ങളും അക്ഷരങ്ങളും ഉപയോഗിക്കുന്ന ഈ ശൈലി ഏറെ ക്ഷമയും ഏകാഗ്രതയും ആവശ്യപ്പെടുന്നതാണ്. പയ്യന്നൂരിലെ പ്രസിദ്ധ അധ്യാപകനായിരുന്ന KVRയുടെ പേരമകനായ വിവേക് കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് വളർന്നു വന്നത്. പയ്യന്നൂർ മഹാദേവഗ്രാമം സ്വദേശിയായ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ പരേതനായ വിജയനും അമ്മ പുഷ്പയും മകൻ്റെ കലാപ്രതിഭയെ തുടക്കത്തിൽ തന്നെ പ്രോത്സാഹിപ്പിച്ചവരാണ്. കൂടെ സഹോദരങ്ങളും. ബാല്യകാലം മുതൽ ചിത്രരചനയിലുണ്ടായിരുന്ന താൽപ്പര്യം പിന്നീട് വ്യത്യസ്തമായ പരീക്ഷണങ്ങളിലേക്കാണ് വിവേകിനെ നയിച്ചത്. ഇപ്പോൾ അനിമേഷൻ മേഖലയിലും ചിത്രരചനയിലും സജീവമായ വിവേക് നവീന ആശയങ്ങൾ അവതരിപ്പിച്ച് യുവകലാകാരന്മാരിൽ ശ്രദ്ധേയനായിരിക്കുകയാണ്. പോർട്രേറ്റിൽ നിന്ന് എങ്ങനെയാണ് വാളാട്ടിലേക്ക് മാറിയത്? മുന്നേ ചെയ്യുമായിരുന്നു ചെറുങ്ങനെ, പക്ഷേ ഇപ്പം അങ്ങനെ ഓർഡറായിട്ട് കിട്ടിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ അങ്ങനെ പറഞ്ഞു ഒരു നെറ്റിപ്പട്ടമുണ്ട്, അപ്പോൾ അതിൻ്റെ ബാക്കിലൊരു ആനേനെ വരക്കണം, അങ്ങനെ പോയതാണ്. അങ്ങനെയാണ് മെയിനായിട്ട് ഇപ്പം വർക്കിലേക്ക് എടുത്തിട്ട് വരുന്നത്. അതിന് മുന്നേ എലാൻ ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കാസർഗോഡ്. അപ്പോൾ അവർക്ക് ഒരു വർക്ക് വന്നിട്ട് നമ്മൊരു 3 പേര് കൂടി ചെയ്തൊരു വർക്കായിരുന്നു അത്. അതൊരു 3 നില ബിൽഡിങ്ങിൽ വലിയൊരു ഇത് തന്നെ ചെയ്തതാണ്. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും തുടക്കം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ എന്താണ് വിവേക് ചെയ്യുന്നത്? ഞാനിപ്പോൾ ഒരു ആനിമേഷൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനും എൻ്റെ കൂടെ പഠിച്ച കുറച്ച് ആൾക്കാരും കൂടി മാജിക് മഷ്റൂം എന്ന് പറഞ്ഞിട്ടൊരു ഫ്രീലാൻസ് ഒരു സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പം ഗ്രാഫിക് ഡിസൈനിങ്, 3D വീഡിയോ എഡിറ്റിങ്, മോഷൻ ഗ്രാഫിക്സ് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചിങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഡ്രോയിങ്ങും. പിന്നെ പോർട്രേറ്റും കാര്യങ്ങളൊക്കെ ഓർഡർ അനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം വാളാട്ടായാലും ഇപ്പം തന്നെ കുറച്ച് അധികം ഓർഡർ കിട്ടുന്നുണ്ട്. അപ്പം പുറത്ത് പോയി ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കൊടുത്തത് ലാസ്റ്റ് മലപ്പുറം പോയി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അത് കഴിഞ്ഞ് പത്തനംതിട്ട ഒന്നുണ്ട്. അങ്ങനെ ഇപ്പം കുറച്ചധികം വർക്ക് വരുന്നുണ്ട്. പൊതുവെ ഇപ്പം നമ്മൾ പോർട്രേറ്റ് ചെയ്യുമ്പം ഗ്രിഡൊക്കെ ഇട്ടിട്ടാണ് പോർട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രിഡും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ലാൻഡ്സ്കേപ്പ് വരുമ്പോൾ ഈ ഗ്രിഡ് ഇടൽ കുറേ ടൈമും ആയിരിക്കും, കുറച്ച് മെനക്കേടുള്ള പരിപാടിയാണ്. അപ്പോൾ ചില ആൽഫബറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആ ഫോട്ടോ ഒരു ട്രാൻസ്പെറൻ്റ് ആക്കിയിട്ട് അതിൽ വെച്ചിട്ട് ആ ഒരു ഔട്ട്ലൈൻ വെച്ച് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം പരമ്പരാഗത കലാരീതികളെയും സാങ്കേതിക വിദ്യയെയും സംയോജിപ്പിച്ച് പുതിയ രീതികൾ കണ്ടെത്താനുള്ള ശ്രമം തുടർന്നു വരുന്ന ഇദ്ദേഹം ഭാവിയിൽ കലാസൃഷ്ടികളിലൂടെ ശ്രദ്ധ നേടാൻ ആവും എന്ന പ്രതീക്ഷയിലാണ്. വ്യത്യസ്തമായ രചനാശൈലിയിലൂടെ മുന്നേറുന്ന വിവേക് വിജയൻ വരും ദിവസങ്ങളിലും ഉയരം കീഴടക്കുക തന്നെ ചെയ്യും. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.